ഹലോ നമസ്കാരം. അച്ചൂസ് ട്രാവൽ വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്ന സ്ഥലം മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പേരാണ് രാജമല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ മുഴുവൻ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതിമനോഹര ദൃശ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതിമനോഹര കാഴ്ചയിലേക്ക് കടക്കാം. ചോളം റെഡിയാക്കി എടുക്കണേ കേട്ടോ കാണുന്നത്. പെണ്ണ് പേരനാ മുരുകൻ. எத்தனை நாளாக இங்கே கடை? கடை வந்து இப்போ நாங்கள் 10 வருஷம் ஆச்சு சார். அப்படியா? டீ கடை வச்சு 10 வருஷம் ஆச்சு. கீழே சாலை கடை போட்டிருந்தோம். அப்படி அங்கே எல்லாம் மாற்றிட்டு அப்புறம் இவ்வளோ வரிசையில் ரோடு பிளாக் ஆகுதுன்னு சொல்லி அந்த மேடம் எங்களுக்கு இதெல்லாம் அளந்து போட்டு இந்த இடத்துல எங்களுக்கு இடம் கொடுத்துருக்காங்க. அப்படியா? ஆமாம். ரோடு பிஸ்னஸ் எப்படி? பரவாயில்லாமல் போய்கிட்டு இருக்கு. திறக்கவே கொஞ்சம் பிஸ்னஸ் போய்ட்டு. அப்படியா? ஓகே. നാഷണൽ പാർക്കിൽ ഇറങ്ങി ഇവിടുന്ന് കയറുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വരയാടിനെ കാണാനായിട്ട് പറ്റി കേട്ടോ. ഒരു കൂട്ടം വരയാട് നമ്മുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്.
കയറിയപ്പോൾ തന്നെ ഒരുപാട് ആടുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ, ഒരുപാട് ആടുകൾ. പക്ഷേ ക്ലൈമറ്റ് ഫുള്ള് മൂടി കണ്ടീഷനാണ്, നല്ല കോടമഞ്ഞ് കയറിയിട്ടുണ്ട്, ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ച അത്ര സുന്ദരമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഒരുപാട് വരയാടുകൾ ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ഇത് കണ്ടില്ല, ഒരു വരയാടാണിത്. ഇതിന് മുന്നേ നമുക്ക് കുറേ എണ്ണത്തിന് കാണാൻ സാധിക്കും. ഒരെണ്ണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നെത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന് വീഡിയോ എടുക്കുന്നൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം കയറിയപ്പോൾ തന്നെ ഒരുപാട് കാഴ്ച സമ്മാനിക്കുന്ന ഒരുപാട് ദൃശ്യവിരുന്നുകൾ നമുക്ക് കിട്ടി. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ധാരാളം വരയാടിനെ കാണാൻ പറ്റി. അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറേയധികം പിക്ചേഴ്സും കുറേയധികം വീഡിയോസൊക്കെ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇനിയും ഒരു കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് കയറി പോകാനുണ്ട്. മഴ മാറുവാണെങ്കിൽ നല്ല വ്യൂ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. മെയിനായിട്ട് ഈ ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് കാണാനുള്ളത് ഈ വരയാട് തന്നെയാണ്. അതിനുശേഷം നമുക്ക് പോകാനുള്ളത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. മറ്റൊന്നുമല്ല, നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂസാണ്. ആളുകൾ ഫുള്ള് വരയാടിൻ്റെ പുറത്ത് പിടിച്ചു എൻ്റെ ശരീരത്തിൽ പിടിച്ചൊക്കെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നല്ലേ വരയാടിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ലാസ്റ്റ് ബ്രീഡിംഗ് ടൈമിന് ശേഷം ഇവിടെ 80 എണ്ണം ഉണ്ടായിട്ടുണ്ടെന്നാണ്, പുതിയ കുഞ്ഞുങ്ങൾ 80 വരയാടിൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് അതിൻ്റെ സെൻസസ് റിപ്പോർട്ട് എടുക്കുന്ന ടൈം ആവുന്നുള്ളൂ. അപ്പോൾ എണ്ണം കൂടുമായിരിക്കും. നേരത്തെ എടുത്ത സെൻസസ് പ്രകാരം 1800 വരയാട് ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിമനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു ചാറ്റൽ മഴയും നല്ല തണുപ്പും അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. മാത്രമല്ല ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇന്ന് കാണാൻ കഴിഞ്ഞു. നമ്മൾ വന്നിറങ്ങിയ ഇടം മുതൽ ഈ പ്ലേസ് വരെ ധാരാളം വരയാടുകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാറിൽ വരുന്ന ഓൾമോസ്റ്റ് 80% ആളുകൾ കാണാൻ വരുന്ന ഒരിടമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഈ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആനമുടി പീക്കിനോട് ചേർന്നാണ്. അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ആനമുടി നമ്മുടെ ഈ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. ആനമുടി പീക്ക് ട്രക്കിംഗ് ഇവിടെ അലൗഡാണ്, പക്ഷേ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എടുക്കാം.
കാരണം അതിന് വേറെ സെപ്പറേറ്റ് ഫീസ് അടച്ച് താഴേന്ന് തന്നെ അതിന് നമുക്ക് നമ്മുടെ കൂടെ ഗൈഡൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ് ആനമുടി പീക്ക് ട്രക്കിങ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എടുക്കാവുന്നതാണ്. ഇന്ന് ഏതായാലും ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേ ദൂരം കൂടി നടക്കാനുണ്ട്. പക്ഷേ ഈ നടക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇരവികുളം നാഷണൽ പാർക്ക് കണ്ടിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എനിക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ കഴിക്കാൻ സ്ഥലം കിട്ടി. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. സാധാരണയിൽ നമുക്ക് ഒരുപാട് വരയാടിനെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വരയാടിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയും നല്ല അന്തരീക്ഷവുമായിരുന്നു ഇന്ന് രാജമല നമുക്ക് സമ്മാനിച്ചത്. ഞാൻ രാജമല എന്ന് പറയാൻ കാരണം ഇരവികുളം നാഷണൽ പാർക്കിന് രാജമല എന്നൊരു പേര് കൂടിയുണ്ട്.